ഇറാനുമായുള്ള കരാർ വെന്റിലേറ്ററിലാണെന്നും ഏത് നിമിഷവും അത് ചത്തുപോകാമെന്നും പ്രസിഡന്റ് ട്രംപ് പറയുന്നു. 1% സാധ്യതയാണ് രക്ഷപ്പെടാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യുദ്ധത്തിനുള്ള സാധ്യത കൂടിയിരിക്കുന്നു. ഏത് സമയത്ത് വേണമെങ്കിലും യുദ്ധം പുനരാരംഭിക്കാം. അപ്പോൾ മനുഷ്യരാശി വീണ്ടും ദുരിതത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെ. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട്. 2 ദിവസം മുമ്പ് അവർ ഒത്തുതീർപ്പിനൊക്കെ തയ്യാറായിരുന്നു. അവിടെയുള്ള യുറേനിയം, ഈ എൻറിച്ച്ഡ് യുറേനിയം, അത് ഭൂമിക്കടിയിലോ മറ്റാണ് കിടക്കുന്നത്, വളരെ ആഴത്തിൽ. അത് പുറത്തെടുക്കാനുള്ള ശേഷി അവർക്കില്ല. പിന്നെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും മാത്രമേ അത് പുറത്തെടുക്കാനുള്ള ശേഷിയുള്ളൂ. അതുകൊണ്ട് അമേരിക്ക അത് പുറത്തെടുത്ത് കൊണ്ടുപോകുന്നതിന് വിരോധമില്ല. 1000 പൗണ്ടോ മറ്റോ അത് കൊണ്ടുപോകുന്നതിന് വിരോധമില്ല എന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴ് അവിടുത്തെ മോഡറേറ്റുകൾ ഒന്ന് പറയുന്നു, അവിടുത്തെ ലുണാറ്റിക്കുകൾ, അതായത് തീവ്രവാദി ലുണാറ്റിക്കുകൾ, വട്ടന്മാർ, അവർ സമ്മതിക്കുന്നില്ല ഒരു കാര്യവും ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നില്ല. ഇതാണ് സ്ഥിതി. പിന്നെയും ട്രംപ് വേറൊന്ന് പറഞ്ഞത്, എനിക്ക് ബോറടിച്ചിട്ട് യുദ്ധം അങ്ങ് വേണ്ട, മതിയായി എന്ന് കരുതി പോകുമെന്ന് വിചാരിക്കേണ്ടതില്ല. അതിശക്തമായിട്ട് തന്നെ ഈ നിലപാടിലൊന്നും മാറ്റമൊന്നും വരുത്തില്ല. പിന്നെ ലക്ഷ്യങ്ങൾ കണ്ടിട്ടേ പിന്മാറൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ലക്ഷ്യമെന്ന് വ്യക്തമല്ല. പഴയ നമുക്കറിയാവുന്ന ഒരു ലക്ഷ്യം, അവിടെ അനുഭവം ഉണ്ടാക്കാൻ പാടില്ല, അത് പിന്നെ യുറേനിയം എൻറിച്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഹോർമൂസ് തുറക്കണം. അപ്പോൾ ഹോർമൂസ് തുറക്കുക, അതിനെപ്പറ്റിയും പിന്നെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ ഹോർമൂസ് തുറക്കണമെങ്കിൽ ഹോർമൂസിൻ്റെ പരമാധികാരം അത് പിന്നെ ഇറാൻ്റേതാണെന്ന് അംഗീകരിക്കണം. അതുപോലെ തന്നെ അമേരിക്ക ആക്രമിച്ച് വരുത്തിയ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഇതൊക്കെ കിട്ടിയാൽ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് അവർ പിന്നെ പാകിസ്ഥാൻ മുഖേന നൽകിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല എന്ന് ട്രംപ് വ്യക്തമായി പറയുകയും ചെയ്തു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് ഏതാണ്ട് 1000 മൈൽ ദൂരമുണ്ടെന്നാണ് പറയുന്നത്, 1000 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് പറയുന്നത്. അത്രയും ദൂരത്തിലുള്ളതാണ്. അതാണ് ഈ അമേരിക്കയ്ക്കും മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ അതിനെ നിയന്ത്രിക്കാൻ പിന്നെ ഉള്ള പ്രയാസം. ഇത്രയും ദൂരത്തിലാകുമ്പോൾ എവിടെ നിന്നെങ്കിലും ചെറിയ കപ്പലുകളിൽ, ചെറിയ ബോട്ടുകളിലൊക്കെ വന്നിട്ട് പിന്നെ ചെറിയ തോക്കുകൾ, ചെറിയ യന്ത്രത്തോക്കൊക്കെ കൊണ്ടുവന്ന് കപ്പലിന് നേരെയും വിമാനത്തിന് നേരെയൊക്കെ വെടിവെക്കാനായിട്ട് അവർക്ക് കഴിയുന്നു. അതാണ് അവരുടെ അഡ്വാൻറ്റേജ്. പക്ഷേ അവരുടെ മിലിറ്ററിയും അതുപോലെ തന്നെ മിസൈൽ അതുപോലെയൊക്കെയുള്ള പിന്നെ ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ചൈന കാസ്പിയൻ കടൽ വഴി ഇവർക്ക് പിന്നെ സംവിധാനങ്ങളെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് വേറൊരു റിപ്പോർട്ടും കാണുകയുണ്ടായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരു രൂപവുമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഏതായാലും സാവകാശം കിട്ടി, ചിന്തിക്കാനും ആലോചിക്കാനും പ്ലാൻ ചെയ്യാനും സാവകാശം കിട്ടി. അത് ഇറാൻ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അവർക്ക് പുതിയ സംവിധാനങ്ങളോ പുതിയ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ആവേശവും ചാകാനും കൊല്ലാനുമുള്ള തയ്യാറെടുപ്പ് മാത്രമായിരിക്കും അവരുടെ കൈമുതൽ. പിന്നെ ചെറുകിട ആയുധങ്ങളുമുണ്ട്. അപ്പോൾ അത് എത്ര കണ്ട് നിലനിൽക്കും? അമേരിക്കയുടെയും ഈ ഇസ്രായേലിൻ്റെയും ഒക്കെ പിന്നെ ഈ അത്യാധുനിക ആയുധങ്ങൾക്ക് മുമ്പിൽ ഇവയൊക്കെ എത്ര കണ്ട് പിന്നെ ഭരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനു പുറമെ എത്രയോ നാശനഷ്ടങ്ങൾ, എത്രയോ പേര് മരിക്കാൻ പോകുന്നു, എത്രയോ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ആർക്കാണ് ഈ വാർത്തകളൊക്കെ അതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത്? അപ്പോൾ ഇറാന് ഒരു മനമാറ്റം ഉണ്ടാവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പിന്നെ ഈ പ്രശ്നം തീരാനായിട്ട് അവർക്കൊരു അണുബോംബിൻ്റെ ആവശ്യമൊന്നുമില്ല, മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളതൊരു ന്യായമല്ല. ഞങ്ങളും പരമാധികാര രാജ്യമാണ്, ഞങ്ങൾക്കും ഉണ്ടാക്കാം അതൊരു ന്യായമായൊരു കാര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. യുക്രൈൻ യുദ്ധം തന്നെ ഉണ്ടായിരിക്കും നമുക്കറിയാം. പിന്നെ റഷ്യ അവർ നാറ്റോയിൽ ചേരാനായിട്ട് പോകുന്നു. അത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞാണ് റഷ്യ അവരെ ആക്രമിച്ചത്. വർഷം 4 തുടർന്നുകൊണ്ടിരിക്കുന്നു. അതേ ന്യായം തന്നെ ഇവർ ഈ അണ്വായുധം പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിനെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അത് നമ്മളെ ഡിപ്രസ്ഡ് ആക്കിയിരിക്കുന്നു. പിന്നെ ഇതിനകം തന്നെ പിന്നെ പെട്രോളിൻ്റെ വില, ഗ്യാസിൻ്റെ വില $5 അടുത്തുകൊണ്ടിരിക്കുന്നു ന്യൂയോർക്ക് മേഖലയിൽ. കാലിഫോർണിയയിലൊക്കെ എത്രയായി എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഈ ലോകവ്യാപകമായിട്ട് വില കൂടിയിരിക്കുന്നു. അത് ഇന്ത്യയിലൊക്കെ വർക്ക് ഫ്രം ഹോമും യാത്ര കുറയ്ക്കണമെന്നും ഒക്കെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും മാന്ദ്യവും പ്രശ്നങ്ങളും ആയിരിക്കുന്നു. അപ്പോൾ ഇവരുടെ പിടിവാശി മൂലം മനുഷ്യരാശി മൊത്തം വിഷമിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ അവർക്കിട്ടൊരു കൊട്ടുകൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണം നമ്മളൊക്കെ കരുതാനായിട്ട്. ആ തീവ്ര നിലപാടുള്ളവർ ഒഴിച്ചു കഴിഞ്ഞാൽ സുബോധമുള്ളവരെല്ലാം ഇറാൻ്റെ നിലപാടിനോട് അനുകൂലിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ന് കണ്ട മറ്റൊരു വാർത്ത, ഈ ബീഫ് നമുക്കറിയാം. പിന്നെ പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റപ്പോൾ മുട്ടയ്ക്കായിരുന്നു വില കൂടുതൽ. ഇപ്പം ബീഫിന് വലിയ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40% വില കൂടിയെന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ.
അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരുപാട് ഈ ഡ്രൗട്ട് ഈ വരൾച്ച വന്ന് പല സ്ഥലങ്ങളും കന്നുകാലികളെ മേയ്ക്കുന്ന പല സ്ഥലങ്ങളും വരൾച്ച വന്ന് അങ്ങ് തരിശു ഭൂമിയായിപ്പോയി. അവിടെ പുല്ലും ഒന്നും ഇല്ലാത്ത അവസ്ഥ വന്നു. ഈ 75 വർഷത്തിനിടയിൽ ഇത്രയധികം കന്നുകാലികൾ കുറഞ്ഞ ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ചെറുതരം രോഗങ്ങൾ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ. അപ്പോൾ അതിന് ആ സാഹചര്യത്തിലാണ് ട്രംപ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ബീഫിൻ്റെ വില കുറയ്ക്കാനായിട്ട്. പ്രധാനമായിട്ടും അർജൻറ്റീന, ബ്രസീൽ ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ കന്നുകാലികളെ സംരക്ഷിക്കുന്നവർക്ക് അവർക്ക് കൂടുതൽ ഈ ലോണും വായ്പയും മറ്റും കൊടുക്കുക. പിന്നെ ഈ കന്നുകാലികളെ കൊല്ലുന്ന ഗ്രേ വൂൾഫ്, മെക്സിക്കൻ വൂൾഫ് എന്നും പറഞ്ഞ് അങ്ങനെയുള്ള ചിലതരം ചെന്നായ്ക്കളുണ്ട്. അവർക്ക് പ്രിയം കന്നുകാലികളാണ്. അപ്പോൾ അവരെ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അവർ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞ് അവരെ ആയിരുന്നു ഇതുവരെ. അപ്പോൾ ആ സംരക്ഷണമൊന്നും വേണ്ട, ഈ കന്നുകാലികളെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ അത്യാവശ്യമുള്ളതെന്ന് പറഞ്ഞ് അതിനും ഒരയവ് കൊടുത്തിരിക്കുന്നു പ്രസിഡന്റ്. പക്ഷേ എന്തായാലും ഈ കന്നുകാലി വളർത്തലുകാർക്ക് പക്ഷേ ഇത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അർജൻറ്റീനയിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ തങ്ങളുടെ വില കുറയും, തങ്ങളുടെ വയറ്റിപ്പഴുപ്പിൽ വയറ്റത്തടിക്കുന്ന പരിപാടിയാണതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ജനങ്ങളുടെ ആവശ്യമാണ് പ്രധാനപ്പെട്ടത്. അതാണ് പ്രസിഡന്റ് താല്പര്യം കാണിക്കുന്നത്. മൂന്നാമതൊരു ഓർഡർ കണ്ടത് ഇവിടെ അമേരിക്കക്കാരൊന്നും പ്രസവിക്കുന്നില്ല, കുട്ടികളില്ല എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിൽ നല്ലൊരു ശതമാനം പേര് കുട്ടികളുണ്ടാവുന്നില്ല. അപ്പം അത് ആയ കാലത്ത് പ്രസവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. 30-35 വയസ്സാകുമ്പോഴാണ് ഇവിടെ പലരും വിവാഹം കഴിക്കുന്നതും കല്യാണത്തെപ്പറ്റി ആലോചിക്കുന്നു. 35-40. അപ്പോഴത്തേക്ക് ഈ സ്വാഭാവികമായിട്ടുള്ള പ്രസവ ആ ഒരു കാലാവധി അങ്ങ് പിന്നിട്ട് പോയിരിക്കും. ആ 20കളിലും ഒക്കെയുള്ള ആ കഴിവ് കുറഞ്ഞിരിക്കും. അപ്പം അങ്ങനെയുള്ളവരാണ് ഈ IVF, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ് അണ്ടവും ബീജവും സംയോജിപ്പിച്ച് ഗർഭാശയത്തിൽ നേരിട്ട് എത്തിക്കുക. അപ്പോൾ അതിനുള്ള ആ സംവിധാനത്തിന് കൂടുതൽ സഹായം എത്തിക്കാനായിട്ട് പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നു, ഉത്തരവിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ത്രീകൾ പ്രസവത്തോടുകൂടി മരിക്കുന്ന ആ പരിപാടി, അങ്ങനെയുള്ള ആ വിഷമകരമായ കാര്യം അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എടുത്തിരിക്കുന്നു. അപ്പോൾ അതിന് പ്രധാനമായിട്ടും moms.gov എന്ന് പറഞ്ഞൊരു പുതിയ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഗർഭിണികൾക്കും പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയാണ് ആ വെബ്സൈറ്റ് വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കാവുന്നതാണ്. moms.gov. അത് അങ്ങനെയുള്ളവർക്ക് ഏതെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടും, എങ്ങനെയൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ആ വെബ്സൈറ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗുണകരമായിരിക്കും എന്നാണ് പ്രസിഡന്റ് അവകാശപ്പെട്ടിരിക്കുന്നത്. trumpRx.gov, അതുപോലെ തന്നെ മരുന്ന് വില കുറച്ച് കിട്ടുന്ന ആ വെബ്സൈറ്റ്, അതുപോലെ തന്നെ പ്രയോജനപ്രദമായിരിക്കും. ഇതും ഉപയോഗപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. എന്തായാലും അത് ഒന്ന് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്.